ഇന്നത്തെ 10 ലക്ഷം രൂപ ആർക്കാണ്? ആരാണ് ആ ഭാഗ്യവാൻ? നമുക്കൊന്ന് വിളിച്ചു വെക്കാം. അപ്പൊ ബോച്ചെ ടീ ഇനിയും വാങ്ങിയിട്ടില്ലെങ്കിൽ വേഗം ചെന്ന് വാങ്ങിക്കോളൂ. നിങ്ങൾക്കും കിട്ടിയേക്കാം ചിലപ്പോൾ നാളെ 10 ലക്ഷം രൂപ. അതിൽ തന്നെ 25,000, 10,000, 5,000, 1000, 100 എന്തിന് വേണം, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. 13,704 ക്യാഷ് പ്രൈസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബോച്ചെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായപ്പടി വാങ്ങിക്കഴിഞ്ഞാൽ ആർക്കാണ് ഇത് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ വിന്നറിനെ വിളിക്കാൻ പോവാണ്. വിന്നർ എന്താ ചെയ്യുന്നത്, ഇനിയിപ്പോൾ എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, പ്രദീപേട്ടനാണോ? അതെ. ഒന്ന് വീഡിയോ ഓൺ ആക്കോ? ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല. ഒന്ന് ലൈറ്റിലെത്തേക്ക് വരുമോ? എന്തൊക്കെയാ വിശേഷം? എവിടെയാ സ്ഥലം? സ്ഥലം ബാലരാമപുരം. ബാലരാമപുരം. ബാലരാമപുരം ഏതാ? പാലക്കാടാണോ? തിരുവനന്തപുരം? തിരുവനന്തപുരത്ത്. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു വ്ളോഗറാണ്. അപ്പം ബാലരാമപുരത്ത് നിങ്ങൾ നാളെ ഒരു ചായപ്പൊടി വാങ്ങുന്നത് കണ്ടിരുന്നു. വാങ്ങിണ്ടായിരുന്നോ? ഏത് ചായപ്പൊടി വാങ്ങിയേ? ബോച്ചെട്ടി വാങ്ങാറുണ്ടായിരുന്നോ? എപ്പോഴും എടുക്കാറുണ്ടോ? അല്ല, എപ്പോഴും എടുക്കാറുണ്ടോ? ആണോ? ഫസ്റ്റ് എടുക്കലാണോ? എന്നാ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾക്കാണ് അടിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം. ഇന്നത്തെ വിജയ് നിങ്ങളാണ്. 10 ലക്ഷം. സന്തോഷായോ? ഹാപ്പിയായോ? എവിടെയാ ഉള്ളത് ഇപ്പം? വീട്ടിൽ തന്നെയാണല്ലേ? സൈറ്റിലാണോ? എന്ത് വർക്കാ ചെയ്യുന്നേ? അലൂമിനിയം. അപ്പം രാവും പകലും ഇല്ലാതെ അങ്ങോട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇപ്പൊ ബോച്ചയ്ക്ക് പകരം നമ്മളാണ് കോൾ ചെയ്തോണ്ടിരിക്കുന്നത്. നാളെ നിങ്ങൾ ഒഫീഷ്യലി ബോച്ചന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ 10 ലക്ഷമാണ് അടിച്ചിട്ടുള്ളത്. അപ്പം ചില്ലറ പൈസ ഒന്നും അല്ല. എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ ഉണ്ടോ? എന്താ ഒരു ഉത്സാഹം ഇല്ലാത്തത് 10 ലക്ഷം കേട്ടപ്പോ? ഓ, വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു തരിപ്പില് നിൽക്കുകയാണല്ലേ? വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പം വൈകാതെ തന്നെ നമ്മളെ ടീം കോണ്ടാക്ട് ചെയ്യും. എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? നമുക്ക് ഈ ഒരു പൈസ കിട്ടിയിട്ട് എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ എടുത്തത്, അല്ലെങ്കിൽ ജസ്റ്റ് ചായപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്നുള്ള രീതിയിലാണോ എടുത്തത്? എടുത്ത് അതുകൊണ്ട് ചായ ഉണ്ടാക്കി നോക്കിയോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് അല്ലേ? അടിപൊളി അടിപൊളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? 2 മക്കൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം സുഖമായിട്ട് പോണം, കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ? അപ്പം ഈ ഒരു വീഡിയോ നാളെ ബോച്ചേന്റെ പേജിലും കൂടെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പബ്ലിക്കിന്റെ അടുത്തേക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇതിപ്പം ഒരു പ്രാവശ്യം അടിച്ചെന്ന് വിചാരിച്ചിട്ട് ഇനിയും എടുക്കാതെ നിൽക്കരുത്. ഫ്രണ്ട്സിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അടിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ആ ഒരു സന്തോഷം, ആ ഒരു ഞെട്ടൽ നിന്ന് കൊണ്ട് മാറട്ടെ. 10 ലക്ഷം ഭാഗ്യവാനാ നിൽക്കുന്നത്. അപ്പൊ ചെലവ് വേണട്ടോ എല്ലാവർക്കും. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ? എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും വർക്ക് സൈറ്റിലാണല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ഗ്രാൻഡ് ട്രീറ്റ് കൊടുക്കാൻ റെഡി ആയിരുന്നോളൂ. സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മള് കാലിക്കറ്റ് ആണ്. എന്റെ ചാനലിന്റെ പേര് കോഴിക്കോട് ടു യു എന്നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. എങ്ങനെയാ? ഓ, ബോച്ചന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാം. ബോച്ചന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? പൊളിയല്ലേ? അടിപൊളിയല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റിയില്ല അല്ലേ? ഓക്കെ, അപ്പൊ ബൈ കേട്ടോ.
ബാലരാമപുരത്തെ പ്രദീപേട്ടൻ ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇരിക്കുന്നത്. 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോക്കൊന്നും മാറിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം പറയാം, ഈ ഒരു പൈസ വളരെ അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് എത്തിപ്പെട്ടത്. കാരണം ഇപ്പം സമയം രാത്രി ആയിട്ടുണ്ട്, രാവുന്നില്ല പകലുന്നില്ലാതെ സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളൊരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഒരു വരുമാനം കൂടി വരുമ്പോൾ, ഈ ഒരു പൈസയും കൂടി വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് ബോച്ചെ വീണ്ടും മുമ്പോട്ട് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ബോച്ചെ ടീ വാങ്ങുക. നാളത്തെ വിന്നർ ചിലപ്പം നിങ്ങളായിരിക്കാം കേട്ടോ. അപ്പോൾ ബോച്ചെ ടീ ഇനിയും വാങ്ങിയിട്ടില്ലെങ്കിൽ വൈകിട്ടില്ല, വേഗം ചെന്ന് വാങ്ങിക്കോളൂ. സമ്മാനം ആർക്കാ അടിക്കുന്നതെന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ബോച്ചെ ടീ ഇപ്പോൾ ഓൺലൈനിലും അതേപോലെ തന്നെ ബോച്ചെ ടീൻ്റെ ഒരുപാട് കൗണ്ടേഴ്സും വന്നിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ചെന്ന് കഴിഞ്ഞാലും പല കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്. അവിടെ എല്ലായിടത്തും ബോച്ചെ ടീ കിട്ടും. അപ്പം വെറുതെ ഒരു ഭാഗ്യപരീക്ഷണം നോക്കാമല്ലോ, ബോച്ചെ ടീ പർച്ചേസ് ചെയ്യുക. ചിലപ്പോൾ 10 ലക്ഷം നിങ്ങൾക്കായിരിക്കാം, പറയാൻ പറ്റില്ല കേട്ടോ. ഭാഗ്യം എപ്പോഴാ ഇങ്ങനെ ഫ്ലൈറ്റ് പിടിച്ച് വരിക എന്നുള്ളത്. അപ്പോൾ ഒന്നും മിസ്സാക്കണ്ട, വേഗം ചെന്ന് അങ്ങോട്ട് വാങ്ങിക്കോളുക.